ദിവസം ഇവിടെ പഞ്ചായത്ത് മെമ്പർ ഒരു രാത്രിയിൽ ഇവിടെ കയറി വന്നു എന്ന് താൻ പറയുന്നുണ്ട്. താൻ ഇൻസ്പെക്ഷന് വേണ്ടി കടന്നു വന്നു. ഇതിനകത്ത് ആയുധം സൂക്ഷിച്ചിരിക്കുന്നു. അന്ന് രാത്രി ഞാൻ ഇവിടെ വന്ന് തുറന്നപ്പോൾ ഇവിടെ പൂട്ടിയിട്ടേക്കുന്ന ഒരു പയ്യന് 34 വയസ്സേ ഉള്ളായിരുന്നു. ഒരു കുഞ്ഞിതിനകത്തുണ്ട്. അവനെ പൂട്ടിയിട്ടെന്നാണ് ഈ പറയുന്നത്. പൂട്ടിയിട്ട ആളിനെ കാണിക്കാൻ. കഴിഞ്ഞ ദിവസം ഇവിടെ പഞ്ചായത്ത് മെമ്പർ ഒരു രാത്രിയിൽ ഇവിടെ കയറി വന്നു എന്ന് താൻ പറയുന്നുണ്ട്. താൻ ഇൻസ്പെക്ഷന് വേണ്ടി കടന്നു വന്നു. ഇതിനകത്ത് ആയുധം സൂക്ഷിച്ചിരിക്കുന്നു. അപ്പൊ എന്നോട് ചോദിച്ചു, പാസ്റ്ററെ ഒന്ന് തുറന്ന് കണ്ടാലോ? ഞാൻ പറഞ്ഞു, സാറിന് കയറി തുറന്നു വരാം, ഞങ്ങളത് വീഡിയോയിൽ പകർത്തും. മാഡത്തിന് വരാം, പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ സാറിൻ്റെ കൂടെ യൂണിഫോം ഇട്ട ഒരു ഉദ്യോഗസ്ഥൻ്റെ കൂടെ വരാം. അങ്ങനെ ഇതെല്ലാം നോക്കിയിട്ട് അവർ പറഞ്ഞു ഒന്നുമില്ല. ആ സമയത്ത് ഒരു കുഞ്ഞിതിനകത്തുണ്ട്. അവനെ പൂട്ടിയിട്ടെന്നാണ് ഈ പറയുന്നത്. പൂട്ടിയിട്ട ആളിനെ കാണിക്കാൻ പോവാ. മോനെ എഴുന്നേറ്റ് വാ, പൂട്ടിയിട്ടോനെ കാണട്ടെ, ഓടി. ഇത് പലർക്കും അറിയില്ല ആരെയാ പൂട്ടിയിട്ട്, എന്തുവാ പൂട്ടിയിട്ട്. നിങ്ങൾ പൂട്ടിയിട്ട ആളിനെ കണ്ടോണം. ഈ മോൻ അന്ന് രാവിലെ ഇവിടെ ജോലിക്ക് ജോയിൻ ചെയ്തു. നമ്മുടെ എലോഹിമിന്റെ ഓഫീസിൽ ജോലിക്ക് വേണ്ടി ജോയിൻ ചെയ്ത എറണാകുളം സ്വദേശിയായ മകനായത്. അന്നിവിടെ പ്രക്ഷോഭം നടക്കുന്നുണ്ട്. ഞങ്ങൾ പറഞ്ഞു, മോനെ നീ ഓഫീസിൽ അതിനകത്തിരിക്കുന്ന യുക്തമല്ല, ചർച്ചിനകത്തോട്ടിരുന്ന് നിങ്ങൾ പുറത്തുനിന്ന് പൂട്ടിയേക്കാം. ഇവർ കയറി ഇവനെ ആക്രമിച്ചാലോ? അവൻ്റെ ജീവന് ഞങ്ങൾ ഉത്തരവാദിത്വം പറയണ്ടേ? ഞങ്ങൾ പറഞ്ഞു, നീ പള്ളിക്കകത്തിരുന്നോ, പള്ളിക്കകത്ത് കയറിയിരുന്നോ, ഞങ്ങൾ പുറത്തുനിന്ന് ലോക്ക് ചെയ്തിരിക്കും. ഇതാണ് സത്യം. ആക്രമണം പുറത്തുള്ളതുകൊണ്ട് സേഫ് ആയിരിക്കാൻ വേണ്ടി ഇരിക്കാൻ പറഞ്ഞു. ഞങ്ങൾ പുറത്തുനിന്ന് ലോക്കും ചെയ്തു. 35 വയസ്സുണ്ട്. ഗോ എയർവേസിൽ വർക്ക് ചെയ്ത, ഒരു വിമാനത്തിൽ വർക്ക് ചെയ്ത ഒരാളാണ്. അത്രയും വിദ്യാഭ്യാസവും അത്രയും പഠിപ്പും അത്രയും നല്ല കുടുംബത്തിൽ ജനിച്ച ഒരു കുഞ്ഞാണ് ഈ കാര്യം പറയുന്നത്. ദയവ് ചെയ്ത് നിങ്ങൾ ഈ കാര്യങ്ങൾ വളച്ചൊടിച്ച് പറയരുത്, തെറ്റാണ്. നിങ്ങൾ താൻ ആദ്യം പറയുന്ന ആദ്യത്തെ കാര്യം, എന്നെ കണ്ടിട്ടില്ല, എന്നെ അറിയില്ല എന്നതാണ്. എന്നെ ആദ്യമായി താൻ കാണുന്നത് പഞ്ചായത്ത് ഓഫീസിൽ വെച്ചാണ്. പഞ്ചായത്ത് ഓഫീസിൽ 2026 ജനുവരി മാസത്തിൽ നമുക്ക് ബഹുമാനപ്പെട്ട ട്രൈബ്യൂണൽ കോടതിയുടെ ഒരു വിധിയുണ്ട്. ഇതാണ് ട്രൈബ്യൂണൽ കോടതിയുടെ ഓർഡർ. എൻ്റെ കൈവശമിരിക്കുകയാണ്. ട്രൈബ്യൂണൽ കോടതിൻ്റെ ഓർഡറാണ്. ഓമല്ലൂർ പഞ്ചായത്തും അവിടുത്തെ ആളുകൾ പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും കോടതി സറ്റൈസൈഡ് ചെയ്തു. കോടതി തീർപ്പ് കൽപ്പിച്ചു. ഇനിയും ആ വാദങ്ങൾ നിലനിൽക്കില്ല. അതിൻ്റെ ബാക്കി കാര്യങ്ങൾ കോടതി പറഞ്ഞു ഓമല്ലൂർ പഞ്ചായത്തിനോട്, നിങ്ങൾ എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് കമ്മിറ്റി കൂടി നമുക്ക് പെർമിറ്റ് അനുവദിക്കണം. ഇതാണ് വിധി. ഈ വിധി എൻ്റെ കയ്യിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് 6 മാസമായി. ഈ വിധി പകർപ്പിൻ്റെ എക്സ്പ്ലനേഷന് വേണ്ടി എന്നെ പഞ്ചായത്തിൽ വിളിക്കുന്നു. അതുപോലെ അത്രയും ആക്ഷേപിച്ച് എന്നോട് സംസാരിച്ചു. എനിക്കൊരു ചെറിയ പ്രശ്നമുണ്ട്. എൻ്റെ കയ്യിൽ നീതി ഉണ്ടെങ്കിൽ ഞാൻ ആ നിലപാടിന് വേണ്ടി ഉറച്ചു നിൽക്കും. ഞാൻ പറഞ്ഞു, മാഡം, എൻ്റെ അവകാശത്തിന് വേണ്ടിയാണ് ഞാൻ വന്നത്. കോടതിയുടെ വിധിയാണ്. മാഡം എന്നോട് പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയാണ്, ഞാൻ ഇന്ന പാർട്ടിയുടെ പ്രസിഡന്റായി ഓമല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റായി ഇരിക്കുന്നിടത്തോളം കാലം പള്ളി പണിയാൻ സമ്മതിക്കത്തില്ല. ഞാൻ തിരിച്ച് മാഡത്തോട് പറഞ്ഞു, മാഡം, ഞാൻ യേശുവിനെ വിശ്വസിക്കുന്നതാണ്. ഞങ്ങൾ അവിടെ ഇന്ത്യയിൽ നിയമമുള്ളിടത്തോളം കാലം, നിയമവ്യവസ്ഥ ഉള്ളിടത്തോളം കാലം ഞങ്ങളവിടെ പണിയും. ഞങ്ങളവിടെ യേശുവിനെ ആരാധിക്കും. ഇതാണ് ഞാൻ തനിക്ക് കൊടുത്ത മറുപടി.